ഗുഡ് ഈവനിങ് ഓൾ. ലിറ്ററി ലെൻസിന്റെ 14th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പുസ്തകം പരിചയപ്പെടുത്താൻ പോകുന്നത് നന്ദനയാണ്. ജപ്പാനിലെ ടെലിവിഷൻ താരമായ തത്സുകോ കുറോയനഗി എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ടോട്ടോചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന പുസ്തകത്തിന്റെ മലയാളം തർജ്ജമയായിട്ടുള്ള ടോട്ടോചാൻ ജനലരികിലെ കുട്ടി എന്ന പുസ്തകമാണ് നന്ദന നമുക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പലർക്കും ഫെമിലിയർ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. മലയാളത്തില് മാത്രമല്ല മറ്റു പല ഭാഷയിലേക്കും ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തെ കുറിച്ചും ഇതിലെ കഥാപാത്രങ്ങളെയൊക്കെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് അത് പറഞ്ഞു തരാനായി നന്ദനയെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യും. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് നന്ദന, ഫിസിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജപ്പാനീസ് ഭാഷയിലെ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട 1982 പുറത്തിറങ്ങിയിട്ടുള്ള ടോട്ടോചാൻ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഇത് ജപ്പാനീസ് ഭാഷയിലെ പ്രശസ്ത TV അവതാരകയും അതേപോലെ തന്നെ യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറുമായിട്ടുള്ള തെത്സുകോ കുറോയോനാഗിയായി വളർന്ന 6 വയസ്സുകാരിയായിട്ടുള്ള ടോട്ടോചാൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഒരു ആത്മകഥാംശം കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പം ഇത് 1984 ഡൊറോത്തി ബ്രിട്ടൺ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടോചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന പേരിലാണ് ഇതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 1994 മലയാളത്തിന്റെ പ്രശസ്ത വിവർത്തകനും കവിയുമായിട്ടുള്ള അൻവർ അലി സാറാണ് ഇതിനെ മലയാളത്തിലേക്ക് ടോട്ടോചാൻ ജനാലിക്കരികിലെ വികൃതി പെൺകുട്ടി എന്ന പേരിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതില് ടോട്ടോചാൻ എന്ന 6 വയസ്സുകാരിയുടെ ടോമോ എന്ന വിദ്യാലയത്തെ കുറിച്ചും കൊബായാഷി മാസ്റ്ററെ കുറിച്ചും കൂമ്പാരക്കണക്കിന് വിശേഷങ്ങളാണ് ഈ പുസ്തകം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഈ പുസ്തകം ആ ഒരു 6 വയസ്സുകാരിയുടെ ആത്മകഥാംശം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ചെറിയ കുട്ടികളുടെ പുസ്തകമാണ് എന്ന് തോന്നിപ്പോവും. പക്ഷെ ഇതൊരിക്കലും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമല്ല. ഇത് അധ്യാപകരായിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, ഇനി മുത്തശ്ശന്മാരായിക്കോട്ടെ, വേറെ കുട്ടികളോട് ഇടപഴകുന്ന ഏതൊരു കുട്ടികളായിക്കോട്ടെ, ആരായാലും എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് ടോട്ടോചാൻ ജനാലക്കരികിലെ വികൃതി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം. ഇത് ലോകമെമ്പാടുമുള്ള വായനക്കാര് നെഞ്ചിലേറ്റിയത് വെറും ഒരു അനുഭവകഥ എന്ന പേരിലല്ല, മറിച്ച് തന്റെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു പുതിയ മാനങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകം എന്നുള്ള രീതിക്കാണ് ഈ ഒരു പുസ്തകം ഇത് വായനക്കാരെ നെഞ്ചിലേറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പുസ്തകം ആർക്കും അത്ര അപരിചിതമൊന്നും ആയിരിക്കില്ല, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പുസ്തകം തന്നെ ആയിരിക്കും. ഇതിന്റെ ഓരോ ചെറിയ പോർഷനെങ്കിലും എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ചെറിയ ക്ലാസ്സുകളിലായിക്കോട്ടെ, ഇനി കോളേജ് ലെവലായിക്കോട്ടെ, BEd കോളേജുകളായിക്കോട്ടെ, എല്ലാവരുടെ പാഠപുസ്തകത്തിലും ഇതിന്റെ ഒരു ചെറിയ പോർഷനെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു പുതിയ മാനങ്ങൾ തുറന്നു കാട്ടുക എന്നുള്ളത് ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെന്നുവെച്ചെങ്കിൽ, ഒരു 6 വയസ്സുകാരിയുടെ കൗതുകങ്ങളെയും ആശങ്കകളെയും വെറും ആശങ്കകളായും സംശയങ്ങളായിട്ടും ഒന്നും കാണാണ്ട് വലിയ കുറ്റങ്ങളായിട്ട് അവളുടെ ആദ്യ സ്കൂളിലെ അധ്യാപിക ടോട്ടോചാന്റെ അമ്മയ്ക്ക് മുന്നിൽ ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പരാതി കേൾക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. കാരണം ഒരു 6 വയസ്സുകാരിക്ക് ഉണ്ടാവുന്ന വികൃതികളും കുസൃതികളും മാത്രമാണ് ആ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. ആ ടോട്ടോചാൻ എന്ന് പറഞ്ഞ ഒരു വികൃതി കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ വളരെയധികം കലപില ശബ്ദം ഉണ്ടാക്കുന്ന, ജനാലക്കരികിൽ നിന്ന് റോഡരികിലൂടെ പോകുന്ന തെരുവ് പാട്ടുകാരെ സ്കൂളിലേക്ക് ക്ഷണിക്കുന്ന ആ ഒരു കുട്ടീനെ അവളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ആദ്യ വാരം തന്നെ ആദ്യ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് വളരെയധികം സങ്കടമായിട്ടുണ്ടെങ്കിലും ആ അമ്മ ഒരിക്കലും തന്റെ മകളോട് ആ ഒരു കാര്യം പറയുന്നില്ല. ഇങ്ങനെ സ്കൂളിൽ നിന്ന് മോളെ പുറത്താക്കിയിട്ടുണ്ടെന്ന് ആ മകളോട് പറയോ അല്ലെങ്കിൽ ആ മകളെ വഴക്ക് പറയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം ആ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞത്, ടോട്ടോ, അമ്മ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സ്കൂള് കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്റെ മോൾക്ക് ഇനി അവിടെ പഠിക്കാന്ന് മാത്രമാണ് ആ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞത്. അത് കേട്ടപ്പോ ടോട്ടോചാൻ എന്ന 6 വയസ്സുകാരിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല സ്കൂള് മാറുക എന്ന് പറഞ്ഞപ്പോ. പക്ഷെ ടോട്ടോചാൻ അമ്മ അവൾക്ക് വേണ്ടി നല്ലതേ കണ്ടെത്തൂ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവൾ എന്ത് ചെയ്യുക, ആ സ്കൂളിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ
പുതിയൊരു സ്കൂളിലേക്ക് അവൾ എത്തുകയാണ്. ടോമോ എന്ന വിദ്യാലയത്തിലേക്ക് അവളുടെ അമ്മയുടെ കൈയും പിടിച്ചെത്തുന്ന സമയത്ത് അവളുടെ ജീവിതം മാറി മറിയാണ് ചെയ്യുന്നത്. ആ സ്കൂളിൽ എത്തിയ ഉടനെ ആ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ അവൾക്ക് ആ സ്കൂള് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവള് ഓൾറെഡി പഠിച്ചത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കിൻഡർ ഗാർഡൻ സ്കൂളിലായിരുന്നു. ആ സ്കൂളിലെ ഗേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു റെപ്യൂട്ടഡ് സ്കൂൾ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഗേറ്റ്? വലിയ തൂണുകളിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് സ്കൂളിന്റെ പേര് എഴുതിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് അവള് എത്തുന്നത് ഒരു 2 മരങ്ങളില് ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു സ്കൂളിലാണ് എത്തുന്നത്. ആ സ്കൂളിന്റെ ഗേറ്റ് കണ്ടപ്പോൾ തന്നെ അവള് അതിനെ വിശേഷിപ്പിക്കുന്നത് വളർന്നു വരുന്ന ഗേറ്റ് എന്നാണ് അവൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവള് സ്കൂളിലേക്ക് കടന്ന സമയത്ത്, സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടന്ന സമയത്ത് അവിടെയുള്ള ക്ലാസ് റൂമുകൾ അവളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഓരോ റെയിൽവേ കോച്ചുകളിലായിരുന്നു ക്ലാസ്സുകൾ നടന്നിരുന്നത്. ആ റെയിൽവേ കോച്ചുകൾ അവൾക്ക് വളരെയധികം, ട്രെയിനിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയാണ് ടോട്ടോച്ചാൻ. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളും അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാണ്. എന്നിട്ട് അവൾ അമ്മയോട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് അമ്മ ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെയിൽവേ മാസ്റ്ററിനെ ആണോ, അത് സ്റ്റേഷൻ മാസ്റ്ററെ ആണോ, അതോ ഹെഡ് മാസ്റ്ററെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, നീ എന്നെ ചോദിച്ചു നോക്ക്, നേരിട്ട് കാണുമ്പോ നീ തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോ അവള് അങ്ങനെ കയറി ഉടനെ ഹെഡ് മാസ്റ്റർ കാണുന്ന സമയത്ത് തന്നെ അവൾ ആദ്യം ഹെഡ് മാസ്റ്ററിനോട് ചോദിക്കുന്നത് അത് തന്നെയാണ്, സ്റ്റേഷൻ മാസ്റ്റർ ആണോ, നിങ്ങൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഹെഡ് മാസ്റ്റർ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് ടോട്ടോച്ചന്റെ അമ്മയോട് പറയാണ്, മകളെ ഇവിടെ ആക്കിയിട്ട് പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പൊ അത് കേട്ടപ്പോ അമ്മയ്ക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ വിദ്യാഭ്യാസ ജീവിതത്തിലെ സ്കൂളിൽ നിന്ന് ആദ്യ വാരം തന്നെ പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയാണ് ടോട്ടോച്ചാൻ എന്ന് പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ ഇവിടെ എടുക്കാണ്ടേ ആവോ, ഇനി ഇവിടുന്ന് പുറത്താക്കുവോ, അങ്ങനെയുള്ള വളരെയധികം ടെൻഷനോട് കൂടിയാണ് ആ അമ്മ മകളെ അവിടെ ആക്കിയിട്ട് പോകുന്നത്. പക്ഷെ ടോട്ടോച്ചാൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തിനെ കണ്ടുമുട്ടുകയായിരുന്നു ആ നിമിഷത്തില്. അത് വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് കഥാകാരി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ താൻ ആദ്യമായി അന്ന് കണ്ടു. അങ്ങനെയാണ് ആ ഒരു കൊബായാഷി മാസ്റ്ററുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ ടോട്ടോച്ചാൻ വിശേഷിപ്പിക്കുന്നത്. അതില് നമുക്കിപ്പോ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഒരു ഗുഡ് ലിസണറിനെ കിട്ടുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അത്ര ഒരു ലക്കാണ് നമുക്കൊരു ഗുഡ് ലിസണറിനെ കിട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യം നമ്മളോടൊപ്പം നമ്മളെ പോലെ തന്നെ പ്രിയപ്പെട്ടതായി, നമ്മളോട് ഒരു അശ്രദ്ധ പോലും കാണിക്കാണ്ട്, ഒരു തവണ പോലും കൂട്ടുവായിടാണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ നമുക്ക് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഒരാളെയാണ് ടോട്ടോച്ചാന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊബായാഷി മാസ്റ്ററിനായിട്ട് നീണ്ട ഒരു 4 മണിക്കൂർ അവരൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 6 വയസ്സുകാരി എന്ന് പറയുന്നത് ഇപ്പോ എന്തായിരിക്കും പറയാ, 6 വയസ്സുകാരി വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല അല്ലെ. ആകെ പറഞ്ഞിരുന്നത് അവൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിനെ കുറിച്ച്, അവളുടെ അമ്മയെ കുറിച്ച്, അച്ഛനെ കുറിച്ച്, അവളുടെ പഴയ സ്കൂളിനെ കുറിച്ച്, അവൾ വഴിയിൽ കണ്ട കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്ന റിബണെ കുറിച്ച്, അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങളാണ് ടോട്ടോച്ചാൻ തന്റെ പ്രിയപ്പെട്ട കൊബായാഷി മാസ്റ്ററിനോട് പങ്കുവച്ചിരുന്നത്. പക്ഷെ അതുപോലും ഒരു തവണ അശ്രദ്ധ കാണിക്കോ, അല്ലെങ്കിൽ ഒന്ന് കോട്ടുവായ ഇടോ, തനിക്ക് ആ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കാണിക്കോ ഒന്നും ചെയ്യാണ്ട് അത്ര ആ 4 മണിക്കൂർ നേരം അത്ര താല്പര്യത്തോടു കൂടി കേട്ടിരിക്കുകയാണ് കൊബായാഷി മാസ്റ്റർ ചെയ്തത്. അവൾ ആ ഒരു കണ്ടുമുട്ടലിനെ വളരെ ഭംഗിയോടുകൂടി തന്നെ എഴുത്തുകാരി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഒരു ടോമോ എന്ന വിദ്യാലയം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായ ഒരു വിദ്യാലയമായിരുന്നു. കുട്ടികൾക്ക് സ്വതന്ത്രത്തോടു കൂടിയിട്ട് പാറിപ്പറന്ന് നടക്കാൻ പറ്റുന്ന, തനിക്ക് പ്രിയപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്ന, അങ്ങനെ എന്താ പറയാ, ശാസനയിലൂടെയും ശിക്ഷകളിലൂടെയും അല്ല വിദ്യാർത്ഥികളെ നല്ലൊരു വഴിയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യാലയമായിരുന്നു ടോമോ എന്ന് പറഞ്ഞിട്ട്. എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. പഠന രീതി ആയിക്കോട്ടെ, ഉച്ചഭക്ഷണം ആയിക്കോട്ടെ, യാത്രകളായിക്കോട്ടെ, പരീക്ഷകളായിക്കോട്ടെ, എല്ലാതും വളരെ വ്യത്യസ്തം. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു സമ്പ്രദായേ അല്ല ആ ഒരു സ്കൂളിന് ഉണ്ടായിരുന്നത്. അവിടുത്തെ ഉച്ചഭക്ഷണ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്നു. ഈ ഒരു 4 മണിക്കൂറത്തെ കോൺവെർസേഷന് ശേഷം ഹെഡ് മാസ്റ്റർ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അസംബ്ലി ഹാളിലേക്കായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് അസംബ്ലി ഹാളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ പോയ സമയത്ത് അവൾക്ക് അവിടെയും ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. കാരണം അവൾ പഠിച്ച റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആ സ്കൂളിൽ അവളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം പോലും ഉണ്ടായിരുന്നില്ല ആ സ്കൂളിൽ മൊത്തം പഠിക്കുന്ന കുട്ടികൾക്ക്. ആകെ വിരലിലെണ്ണാവുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെ പഠിച്ചിരുന്നുള്ളൂ. ആ അസംബ്ലി ഹാളിന്റെ നടുക്ക് ചെന്ന് നിന്ന് ഹെഡ് മാസ്റ്റർ കടലിൽ നിന്നൊരു പങ്കുണ്ടോ, മലയിൽ നിന്നൊരു പങ്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യം കേൾക്കുമ്പോൾ അതും അവൾക്ക് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് യൂട്യൂബ് ചാനലിലൊക്കെ വാട്ട്സ് ഇൻ മൈ കിഡ്സ് ലഞ്ച് ബോക്സ്.
നമ്മളെ പാരന്റ്സ് വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ്. നമ്മളെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ കാണാം അല്ലെ. അതിൽ എന്താണ് കുറെ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരിക്കും. അത് ഹെൽത്തി ആണോ അതൊന്നും നോക്കില്ല. കുറെ ടൈപ്പ് ഓഫ് ഫുഡ് കൊടുക്കണമെന്നേ അവർക്കുള്ളൂ. അതേപോലെ തന്നെ അവർ പറയുന്നത് അത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. പിന്നെ കേരളത്തിൽ അത്ര സുപരിചിതമല്ലെങ്കിലും പുറം നാടുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, പ്രത്യേകിച്ച് ജപ്പാൻ പോലുള്ള കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികൾക്ക് സ്കൂളിൽ മെനു കൊടുക്കും. അവർ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഫുഡ് കൊണ്ടുവരണം, ലഞ്ച് ബോക്സിൽ ലഞ്ചിന് എന്ത് കൊണ്ടുവരണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മെനു ഉണ്ടായിരുന്നില്ല ടോമോ എന്ന വിദ്യാലയത്തിന്. പകരം ഹെഡ് മാസ്റ്റർ ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എല്ലാ കുട്ടികളുടെ ലഞ്ച് ബോക്സിലും കടലിൽ നിന്നൊരു പങ്കും മലയിൽ നിന്നൊരു പങ്കും ഉണ്ടായിരിക്കണം. അതായത് കടലിൽ നിന്ന് വല്ല മീനോ കടൽപ്പായലോ അങ്ങനെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ ഒരു വിഭവം ഉണ്ടായിരിക്കണം. അതേപോലെ മലയിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഇനി പച്ചക്കറി ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും അതും ഉണ്ടായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കൊണ്ടുവരാത്ത കുട്ടികളും വിഷമിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം ഹെഡ് മാസ്റ്റർ ഓരോരുത്തരുടെ ലഞ്ച് ബോക്സും പോയി നിരീക്ഷിക്കും. ആ സമയത്ത് നിരീക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികളുടെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങൾ ഇല്ലാത്ത പക്ഷം നമ്മുടെ ഹെഡ് മാസ്റ്ററിന്റെ പിന്നാലെ തന്നെ ഹെഡ് മാസ്റ്റർ ഭാര്യ ഉണ്ടായിരിക്കും, രണ്ട് പാത്രം പിടിച്ചുകൊണ്ട്. ആ രണ്ട് പാത്രത്തിൽ ഒന്നില് കടലിൽ നിന്നൊരു പങ്കും ഒന്നില് മലയിൽ നിന്നൊരു പങ്കും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ കൊണ്ടുവരാത്ത കുട്ടികൾക്ക് അതിൽ നിന്നൊരു പങ്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയായിരുന്നു ആ സ്കൂളിന് ഉണ്ടായിരുന്നത്. ഇനി ആ സ്കൂളിലെ പഠന രീതിയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മളിപ്പോ എങ്ങനെയാ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ എങ്ങനെയാ പഠനം നടക്കുന്നത്? നമുക്കൊരു ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ആ ടൈം ടേബിളിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് ആണെച്ചെങ്കിൽ എനിക്കിപ്പോ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി, ആ ഒരു പീരീഡിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കൂടി ഞാൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ആർട്ട് പീരീഡ് എല്ലാവരും പഠിക്കുന്ന പോലെ ഇരുന്ന് പഠിക്കണം എന്ന് വെച്ചാൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, നമ്മളത് കേട്ടിരിക്കണം. പക്ഷെ ടോമോ എന്ന വിദ്യാലയത്തിൽ അതും വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു 1-ാം ക്ലാസ്. ടോട്ടോച്ചാന്റെ 1-ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിൽ 9 കുട്ടികളും പഠിക്കുന്നത് 9 വിഷയങ്ങളായിരിക്കും. ആ കുട്ടികൾക്ക് ആ സമയത്ത് എന്താണോ പഠിക്കാൻ താല്പര്യം അതായിരിക്കും ആ കുട്ടികൾ പഠിക്കുന്നത്. ചില കുട്ടികൾക്ക് സയൻസ് പഠിക്കാനായിരിക്കും താല്പര്യം, അപ്പൊ ആ കുട്ടികൾ സയൻസ് പഠിക്കുന്നു. ചില കുട്ടികൾക്ക് മാത്സ് പഠിക്കാനായിരിക്കും താല്പര്യം, അപ്പൊ ആ കുട്ടികൾ മാത്സ് പഠിക്കുന്നു. അങ്ങനെ അവരെ ഇഷ്ടത്തിനായിരുന്നു ഓരോ ടൈമിൽ അവരുടെ ഇഷ്ടത്തിനായിരുന്നു അവർ പഠിച്ചിരുന്നത്. ടീച്ചേഴ്സ് ജസ്റ്റ് അവിടെയായിരുന്നു ശരിക്കും നമ്മളിപ്പോ പഠിക്കുന്നത് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ടീച്ചർ ആസ് എ മെന്റർ എന്നൊക്കെ പറയുന്നില്ലേ, അവിടെയായിരുന്നു ശരിക്കും ടീച്ചർ ഒരു മെന്ററായിട്ട് നിന്നിരുന്ന. ടീച്ചർ ജസ്റ്റ് സെന്ററിൽ ഇരിക്കുകയുള്ളൂ. അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമാണ് ടീച്ചർക്ക് ജോലി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഈ കുട്ടികളെ കൊണ്ട് ടീച്ചേഴ്സ് പുറത്ത് നടക്കാൻ പോകും, വയലിൽ നടക്കാൻ പോകും. ഈ വയലിൽ നടക്കാൻ പോകുന്ന സമയത്ത് അവരവിടെ കാണുന്ന ചെടികളും പൂക്കളോടും ഒക്കെ സംസാരിച്ചിട്ടായിരിക്കും ഇവർ നടക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് ആ പ്രകൃതിയിൽ നിന്നായിരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരു പൂ കിട്ടിക്കഴിഞ്ഞാൽ ആ പൂ കാണിച്ചിട്ട് ഈ പൂവിന്റെ പാർട്സ് ഏതൊക്കെയാണ്, ആ പൂവിൽ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്, അങ്ങനെയൊക്കെ അതാണ് ടീച്ചേഴ്സിന് പ്രകൃതിയെ തൊട്ടറിഞ്ഞിട്ടാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ നമുക്കൊരു ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനത്തെ ഒരു ഇമേജാ വരുന്നത്? ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ചൂരിലൊക്കെ പിടിച്ച് നടക്കുന്ന, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചീത്ത പറയുന്ന അങ്ങനെ ഒരാളെയാണ് നമുക്ക് ഹെഡ് മാസ്റ്റർ, ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു കുട്ടികൾക്കും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല ഹെഡ് മാസ്റ്ററിനോട് അല്ലെ. പക്ഷെ ഇവിടെ അതിനും തികച്ചും വ്യത്യസ്തമായിട്ട് ശാസനകളില്ലാണ്ട്, ശിക്ഷകളില്ലാണ്ട്, പകരം സ്നേഹത്തിലൂടെ മാത്രമായിരുന്നു കൊബായാഷി മാസ്റ്റർ കുട്ടികളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ആ കുട്ടികൾ ഒരിക്കലും അച്ചടക്കം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ തല്ല് ശാസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ അധ്യാപകൻ. പക്ഷെ മറിച്ച് കുട്ടികളെ അവരുടെ ജീവിതത്തിൽ നിന്നും ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല അച്ചടക്കം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും കുട്ടികളെ അടിച്ചാലേ, ചീത്ത പറഞ്ഞാലേ അച്ചടക്കം ഉണ്ടാവുള്ളൂ, ഡിസിപ്ലിൻഡ് ആവുള്ളൂ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. കുട്ടികളെ സ്നേഹത്തിലൂടെയാണ് അച്ചടക്കം പഠിപ്പിക്കേണ്ടതെന്നും കൂടി മനസ്സിലാക്കി തന്ന ഒരു മാസ്റ്റർ ആയിരുന്നു കൊബായാഷി മാസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇവര് ഒരു യാത്ര പോകുന്നുണ്ട്, ഈ കുട്ടികളെയും കൂട്ടി ഒരു യാത്ര പോകുന്നുണ്ട്. ഒരു ഐലാൻഡിലേക്കാണ് പോകുന്നത്. ആ ഐലാൻഡിൽ പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയാ, കുട്ടികളെ നമ്മൾ എണ്ണ എടുക്കും, എന്നിട്ട് ആ കുട്ടികൾക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കും. ഈ ട്രിപ്പ് പോകുന്നതിന്റെ ഒരാഴ്ച മുന്നേ അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കാൻ തുടങ്ങും. അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇത് കൊണ്ടുവരരുത്, അങ്ങനെ നമ്മൾ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കും. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് കൊബായാഷി മാസ്റ്റർ ഇവരെ ഇറങ്ങുന്ന നേരത്തെ ആകെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ: നിങ്ങൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ കൂടി ബാധിക്കും.
ഇത്ര കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ അവർ ട്രിപ്പിന് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് ആദ്യം അവര് ട്രെയിനിലാണ് പോകുന്നത്. ആ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഈ കുട്ടികളിൽ നിന്നുണ്ടായ അച്ചടക്കം, ആ കുട്ടികൾ കാണിച്ച ഒരു അവരുടെ പോലെ അത്രയും അച്ചടക്കം ഉള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ ആൾക്കാരോ ആ ഒരു ട്രെയിൻ കോച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അവര് ഇരുന്ന സ്ഥലത്തിൽ നിന്ന് മാറിയിരിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർ കഴിച്ച സ്നാക്സിന്റെ പാക്കറ്റ്സ് ഒക്കെ അവിടെ ഇട്ട് വലിച്ചെറിയോ ഒന്നും ചെയ്യാണ്ട് അവർ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ആ ഒരു ട്രെയിൻ യാത്ര നടത്തിയത്. അതേപോലെ തന്നെ അവർ കപ്പലിൽ പോകുന്നുണ്ടായിരുന്നു. ആ കപ്പലിൽ പോകുന്ന സമയത്തും വളരെയധികം അച്ചടക്കത്തോടു കൂടിയായിരുന്നു ആ കുട്ടികൾ പോരുന്നത്. ഈ കുട്ടികൾ ആരും അച്ചടക്കം പഠിപ്പിച്ചിട്ടില്ല, തല്ലിയോ ശാസിച്ചോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പകരം അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ടോട്ടോയെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടോട്ടോ എന്ന് പറയുന്നത് വളരെ വികൃതിയുള്ള ആദ്യ സ്കൂളിൽ നിന്ന് ആദ്യ വാരം തന്നെ പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. എന്നിട്ടും ആ കുഞ്ഞിനെ കാണുമ്പോ കൊബായാഷി മാസ്റ്റർ പറഞ്ഞത്, ടോട്ടോ നീ ശരിക്കും നല്ലൊരു കുട്ടിയാന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ആ കുട്ടീനെ എത്രത്തോളം ആ ഒരു വേർഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് കഥാകാരി ഇതിൽ പറയുന്നുണ്ട്. കഥാകാരിയുടെ ഈ ഒരു ലൈഫില് എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മാസ്റ്ററുടെ ഈ ഒരു വാക്കാണെന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വേർഡ്സ് ആയിരുന്നു ടോട്ടോ നീ നല്ലൊരു കുട്ടിയാന്നുള്ള, ശരിക്കും നല്ലൊരു കുട്ടിയാന്നുള്ള ഈ ഒരു വേർഡ്സ്. നമുക്കറിയാം, നമ്മളോട് ഇപ്പൊ സ്ഥിരമായിട്ട് ടീച്ചേഴ്സ് സ്കൂളിലായാലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും വൃത്തികെട്ട ബാച്ചിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ ആ ഒരു സംഭവം പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഡീമോട്ടിവേറ്റ് ആവുന്നുണ്ട് നമുക്കറിയാം അല്ലെ. അങ്ങനെയുള്ള അത്രയും കുരുത്തക്കേടുള്ള അത്രയും വികൃതിയുള്ള ഒരു കുട്ടിയോട് ടോട്ടോ നീ ശരിക്കും നല്ലൊരു കുട്ടിയാന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയുടെ ലൈഫിനെ എത്രത്തോളം മാറ്റിമറിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാൻ പറ്റും. ടോട്ടോന്റെ വികൃതികളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ഹെഡിങ്ങുകൾ കൊടുത്ത് കുഞ്ഞു ഓരോ ഇൻസിഡൻസും കുഞ്ഞു സ്റ്റോറീസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വികൃതികൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ സെപ്റ്റി ടാങ്കിൽ വീണിട്ടുണ്ട്, കോൺക്രീറ്റ് കൂട്ടിയതിൽ വീണിട്ടുണ്ട്, താന്നു പോവുക വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ തന്റെ പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സെപ്റ്റി ടാങ്കിൽ വീണുപോയ തന്റെ പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെപ്റ്റി ടാങ്കിൽ എല്ലാ വേസ്റ്റും പുറത്തേക്ക് ഇട്ട് ആ പേഴ്സ് കണ്ടെത്തിയ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ആ ഒരു ഇൻസിഡന്റ് ഒക്കെ വളരെ മനോഹരമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത്രയും കുരുത്തക്കേട് കാണിച്ചിട്ട് കൂടെ കൊബായാഷി മാസ്റ്റർ ടോട്ടോച്ചാനെ കാണുന്ന സമയത്ത് ടോട്ടോ നീ വളരെ നല്ലൊരു കുട്ടിയാന്ന് പറയുന്നുണ്ട്. ഈ സെപ്റ്റി ടാങ്കിൽ അവള് വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് എടുത്ത് അവളുടെ പേഴ്സ് തപ്പുന്ന സമയത്ത് കൊബായാഷി മാസ്റ്റർ ആ വഴി പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കൊബായാഷി മാസ്റ്റർ ടോട്ടോനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എന്റെ പേഴ്സ് പോയി അത് ഞാൻ തപ്പുക എന്ന് പറയുന്ന സമയത്ത് നമ്മളാണ് അത് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മളെ ഹെഡ് മാസ്റ്റർ എന്താ പറയാ, ഇങ്ങനെയാണോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചീത്ത പറഞ്ഞ് നമുക്ക് പണിഷ്മെന്റ് തരൂല്ലേ. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് കൊബായാഷി മാസ്റ്റർ പറഞ്ഞത്, നിന്റെ പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് ഇട്ട വേസ്റ്റ് ഒക്കെ അതേപോലെ അകത്തേക്ക് ഇട്ടിട്ട് ഇത് മൂടണട്ടോ എന്നേ പറഞ്ഞിട്ടാ പോയത്. അത്രയും എന്താ പറയാ, അവരുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമായി അവരുടെ ഇഷ്ടത്തിന് പഠിക്കാനും അവരുടെ എല്ലാ കഴിവിനെയും പുറത്തെടുക്കാനും പറ്റിയൊരു വിദ്യാലയമായിരുന്നു ടോമോ എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാലയം. അതിനനുസരിച്ച് ആ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും വളരെ തന്റെ മക്കളെ പോലെ തന്നെ സ്നേഹിച്ച ഒരു മാസ്റ്റർ ആയിരുന്നു കൊബായാഷി മാസ്റ്റർ എന്ന് പറയുന്നത്. അവിടുത്തെ മത്സര ഇനങ്ങളായിക്കോട്ടെ, പരീക്ഷയായിക്കോട്ടെ, യാത്രകളായിക്കോട്ടെ, അതേപോലെ തന്നെ അവിടെ പലതരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. ഈ വയ്യാത്ത കുട്ടികളുണ്ടായിരുന്നു, ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ കണക്കിലെടുത്തായിരുന്നു കായിക മത്സരങ്ങളൊക്കെ. അപ്പൊ നമ്മളൊരു സാധാ ഒരു സ്കൂളിൽ നമുക്ക് കുറച്ച് കായിക ഇനങ്ങൾ ഉണ്ടാവും. അതിൽ ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ടോമോ എന്ന വിദ്യാലയത്തിൽ തികച്ചും വ്യത്യസ്തമായി അവിടുത്തെ കായിക മത്സരങ്ങളിലൊക്കെ വിജയിച്ചിരുന്നത് ഈ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരുന്നു അതിലെ ഓരോ മത്സര ഇനങ്ങളും കൊബായാഷി മാസ്റ്റർ ഉണ്ടാക്കിയിരുന്നത്. അതേപോലെ തന്നെ പേടിയില്ല പരീക്ഷ, യുറിത്തിമിക്സ്, അങ്ങനെ കുറെ ഹെഡിങ്സിലെ കുഞ്ഞു ഇൻസിഡൻസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മളും ടോക്കിയോ എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലെ ഒരു 6 വയസ്സുകാരിയുടെ കൂട്ടുകാരിയായിട്ട് നമ്മളും പാറി പറന്ന് നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളും അത്രയും ഈ ഒരു കഥയിൽ അണ്ട് ഇറങ്ങി ചെന്ന് പോകും. അത്രയും നമ്മളും ആഗ്രഹിച്ചു പോകും, നമുക്കും ഇതേപോലെ ഒരു സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിച്ചു പോകും. അത്രയും നല്ലൊരു വായനാനുഭവമാണ് ഈ ഒരു പുസ്തകം നമുക്ക് തരുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു സന്തോഷമായിട്ട് പോയിരുന്ന ഒരു ടോക്കിയോ എന്ന് പറഞ്ഞ നഗരത്തിൽ പെട്ടെന്നാണ് 2ാം ലോക മഹായുദ്ധം വരുന്നത്. ആ 2ാം ലോക മഹായുദ്ധം വന്ന സമയത്ത് ടോട്ടോച്ചാന്റെ വീടൊക്കെ ആദ്യം തന്നെ അറിയുന്നുണ്ട് ഈ യുദ്ധം വന്നത്. കാരണം തൊട്ടപ്പുറത്തുള്ള വീട്ടുകളിലെ മുതിർന്ന ആൺകുട്ടികളും യുവാക്കളൊക്കെ ഓരോ ദിവസവും ഈ
യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എപ്പോഴാണ് നമ്മുടെ വീടും ഈ ബോംബ് വിഴുങ്ങുന്നത് എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ആശങ്കകുലരായിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരിക്കലും തനിക്ക് നിറവേറ്റാൻ പറ്റാത്ത ഒരു വാക്ക് ടോട്ടോച്ചാൻ തന്റെ പ്രിയപ്പെട്ട കൊബായാഷി മാസ്റ്റർക്ക് കൊടുക്കുന്നത്. ഞാൻ വലുതായി കഴിഞ്ഞാൽ ഈ ഒരു ടോമോ എന്ന വിദ്യാലയത്തിലെ അധ്യാപികയായിക്കൊള്ളാം എന്ന് പറയുന്നത്. അന്ന് രാത്രിയാണ് അമേരിക്കൻ പോർവിമാനത്തിൽ നിന്നും വീണ ബോംബ് ടോമോ എന്ന വിദ്യാലയത്തെ അടപടല നശിപ്പിക്കുന്നത്. അതും തന്റെ എത്രയോ വർഷത്തെ സ്വപ്നങ്ങളായിരുന്നു, കൊബായാഷി മാസ്റ്ററുടെ എത്രയോ വർഷത്തെ സ്വപ്നങ്ങളായിരുന്നു ആ കെട്ടിപ്പടുത്തുയർത്തുണ്ടായിരുന്നത്. അത് ഒറ്റയടിക്ക് നിലം പതിച്ച സമയത്തും കൊബായാഷി മാസ്റ്റർ ഒരിക്കൽ പോലും സങ്കടപ്പെടുകയോ കരയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം തന്റെ മകനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇനി നമ്മൾ അടുത്ത സ്വപ്നത്തെ കെട്ടിപ്പടുത്തുയർത്തുക, എന്തിലാണ് നമ്മൾ അത് കെട്ടിപ്പടുത്തുയർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിലൂടെയാണ് നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്യം, നമ്മൾ ആ ഒരു സ്വപ്നം, എത്രയോ വർഷങ്ങളുടെ സ്വപ്നം മുന്നിൽ തകർന്നടിഞ്ഞ് വീണിട്ടും എങ്ങനെയാണ് അത് തകർന്നടിഞ്ഞു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നോക്കിയിരിക്കാണ്ട് അടുത്ത സ്വപ്നത്തെ ഇനി എങ്ങനെയാണ് അടുത്തതായിട്ട് ഞാൻ കെട്ടിപ്പടുത്തുയർത്തുക എന്നുള്ള ആ ഒരു ചോദ്യത്തിലൂടെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഇതില് നമുക്ക് കൊബായാഷി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അധ്യാപകന്റെ വെറും ഒരു അധ്യാപകനല്ല, പകരം അധ്യാപനത്തോട് അടങ്ങാത്ത ഒരു അഭിനിവേശമുള്ള ഒരു അധ്യാപകനായിട്ട് നമുക്ക് കാണാം. ഇന്ന് നമുക്ക് വേണ്ടതും അങ്ങനത്തെ ഒരു അധ്യാപകനെയാണ്. ഈ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ, ശാസിക്കാണ്ട്, ശിക്ഷിക്കാണ്ട്, സ്നേഹത്തിലൂടെ കുട്ടികളെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അധ്യാപകരെയാണ് നമുക്കിന്ന് വേണ്ടത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അധ്യാപകനാണ് കൊബായാഷി മാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു കുഞ്ഞിനെ പോലും തല്ലോ നോവിക്കോ ഒന്നും ചെയ്തിട്ടില്ല. പകരം വളരെയധികം സ്നേഹത്തോടെയാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വികൃതി പെൺകുട്ടീനെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വേർഡ്സ് വേറെ ഉണ്ടായിട്ടില്ല. താൻ നല്ലൊരു കുട്ടിയാന്ന് പറയുന്നത്. ആ ഒരു വേർഡ്സ് ആണ് തെത്സുഗോ കുറോയോനാക്കി വളർത്തിയത് എന്ന് വരെ നമ്മളെ കഥാകാരി നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. നല്ലൊരു പുസ്തകമാണ്, എല്ലാവരും വായിച്ചിരിക്കുക. കാരണം ഇതിലെ എല്ലാ സ്റ്റോറീസും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതില് കുറെ കുഞ്ഞു കുഞ്ഞു തലക്കെട്ടില് കുറെ എല്ലാ ഇൻസിഡൻസും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ എല്ലാരും വായിച്ച് മനസ്സിലാക്കുക. എല്ലാരും നിർബന്ധമായും വായിക്കുക. നമുക്ക് ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം മനസ്സിലാവും. നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനത്തെ ഒരു അധ്യാപിക ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും ഇത് വായിച്ചു കഴിഞ്ഞാല്. പിന്നെ ഈ ഒരു കഥയ്ക്ക് ശേഷം എന്താണ് ഈ കഥ എഴുതാനുണ്ടായ ഇൻസിഡന്റ് എന്നും ആ ബുക്കില് ടോട്ടോച്ചാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ കൂടെ 9 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ, ആ 9 വിദ്യാർത്ഥികളും ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, അമ്മ ഇവളോട് പറഞ്ഞിട്ടില്ല സ്കൂളിൽ നിന്ന് പുറത്താക്കിയതെന്ന്. അത് ഈ പുസ്തകം എഴുതാൻ വേണ്ടി തത്സുക കുറയാനാക്കി പ്ലാൻ ചെയ്ത സമയത്താണ് അമ്മ അവളോട് ഒരു തമാശ രൂപേണ പറയുന്നത്, അന്ന് നിന്നെ സ്കൂളിൽ നിന്ന് ഞാൻ മാറ്റിയതല്ല, നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് വളരെ തമാശ രൂപേണ പറഞ്ഞതാണെന്നും പറയുന്നുണ്ട്. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാവർക്കും നല്ലൊരു വായന അനുഭവം തരുന്ന ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് വീണ്ടും തിരിച്ച് ബാല്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളും ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും നല്ലൊരു വായന അനുഭവം തരും. എല്ലാവരും ഇത് വായിക്കുമ്പോൾ ഒരു 6 വയസ്സുകാരിയായി മാറുന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു. നന്ദന അവസാനം പറഞ്ഞു നിർത്തിയത് തന്നെയാണ് അതിന്റെ ശരി. നമ്മൾ ആ പുസ്തകം കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വായിച്ച് തീർക്കാതെ മറ്റൊരു ജോലിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അത്രക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. കുറച്ചധികം പേജസ് ഉണ്ട്, വലിയ കട്ടിയുള്ള പുസ്തകമൊന്നുമല്ല, എന്നാൽ തീരെ കുഞ്ഞ് ഒരു ഇരുത്തത്തിൽ വായിച്ചു തീർക്കാവുന്ന അത്ര അല്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും നമുക്ക് ആ ഒറ്റ ഇരിപ്പിൽ തന്നെ അത് വായിച്ച് തീർക്കാനുള്ള ഒരു വ്യഗ്രത ആ പുസ്തകം കയ്യിലെടുത്ത് ആദ്യത്തെ കുറച്ച് പേജുകളിലൂടെ പോകുമ്പോൾ വരും. സാധാരണ ഞാൻ എല്ലാ വർഷത്തെ ബാച്ചിലെ കുട്ടികൾക്കും ആദ്യത്തെ അസൈൻമെന്റ് കൊടുക്കുന്ന ഒരു പുസ്തകമാണിത്, BEdലെ കുട്ടികൾക്ക്. അത് മുമ്പ് യൂണിവേഴ്സിറ്റിയിലായിരുന്ന സമയത്ത് പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നുള്ള. അപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ഹിന്ദി വേർഷനും മലയാളം വേർഷനേക്കാൾ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം തന്നെ വന്ന് ഈ പുസ്തകം വായിക്കാനൊക്കെ പറയുമ്പോൾ പ്രയാസമാണ്. അപ്പോൾ
സത്യം പറഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും പൈറേറ്റഡ് ആയിട്ടുള്ള പുസ്തകം PDF എടുത്ത് അത് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അത് വായിച്ച് അതിൻ്റെ അസൈൻമെന്റ് എഴുതിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവരണം പറയിപ്പിച്ചുകൊണ്ടാണ് സാധാരണ BEd ക്ലാസ് നമ്മൾ തുടങ്ങി വെക്കാറുള്ളത് പലയിടത്തും. അപ്പോൾ അത്രത്തോളം അധ്യാപനവുമായി ചേർന്ന് പോവേണ്ട ഇതിവൃത്തമുള്ള ഒരു അനുഭവക്കുറിപ്പാണ് ടോട്ടോച്ചാൻ ജനാലക്കരികിലെ പെൺകുട്ടി എന്ന് പറയുന്ന ഈ പുസ്തകം. അപ്പോൾ നിങ്ങളെല്ലാവരും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം. നമ്മൾ എന്താവരുത്, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ളിലെങ്കിലും എന്താവണം ഒരു അധ്യാപകനാവുമ്പോൾ എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാനൊക്കെ ഈ പുസ്തകത്തിൻ്റെ വായന സഹായിക്കും എന്ന് മാത്രം പറയുന്നു. വായിക്കാത്തവർ വായിക്കുക. നല്ല പ്രസൻറ്റേഷൻ നന്ദന, നന്നായിട്ട് പറഞ്ഞു. അത് വായിച്ച അല്ലെങ്കിൽ വായിക്കാൻ ഒന്നുകൂടെ എടുത്ത് വായിക്കാനുള്ള തോന്നലുണ്ടാക്കി എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക് യു നന്ദന, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നന്ദന ഈ പുസ്തകത്തെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കിതൊരു 6 വയസ്സുകാരി കുട്ടിയുടെ ചിൽഡ്രൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് തോന്നുമെങ്കിലും ഇത് അധ്യാപകർക്കായാലും പാരന്റ്സിനായാലും അങ്ങനെ എല്ലാ പ്രായക്കാർക്കും വലിയൊരു മെസ്സേജ് തരുന്ന സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് സംസാരിക്കുന്ന പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. നന്ദനയ്ക്ക് അത് വളരെ മനോഹരമായിട്ട് അത് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റീന്റെ എക്സിസ്റ്റൻസ്, അതിന്റെ പ്രോഗ്രസീവ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ സിനാരിയോ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒരു ഇൻഡിവിജ്വലിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ ഒരു പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. ടോട്ടോ സ്കൂൾ മാറുന്നുണ്ട്. ആ ഒരു പുതിയ സ്കൂളിലേക്ക് നന്ദന ശരിക്കും നമ്മളെ എല്ലാവരും കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോ ഇൻസിഡന്റും വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്തുകൊണ്ട് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും അങ്ങനെ ആയി അത് ഭയങ്കര ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് നന്ദന നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആസ് എ ടീച്ചർ ട്രെയിൻ സ്റ്റുഡന്റ് നമുക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ വൺസ് ഇൻ എ ലൈഫ് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ പല രീതിയിലുള്ള ലേണിംഗ് സ്റ്റൈൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഭാവിയിൽ ഒരു ഫോമൽ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരും പല കുട്ടികളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ബുക്ക് ബുക്കിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ നമുക്ക് എന്തൊക്കെ ഫോളോ ചെയ്യാം എന്നുള്ള പല കാര്യത്തിലും നമുക്ക് ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. സാറ് പറഞ്ഞ പോലെ സാറും നന്ദനയും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കൂടി വായിക്കാൻ ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു നന്ദന. ഇനി ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരാം. നന്ദന, ഞാന് ഈ ഒരു സ്റ്റോറി ഞാൻ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ട്. ഞാൻ ടോട്ടോച്ചാൻ വായിച്ച സമയത്ത് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചത് ഒരു ചൈൽഡ്ഹുഡ് ഞാനൊരു കുട്ടിയായിട്ടുള്ള രീതിയിലാണ് അത് വായിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത് എന്റെ ചെറുപ്പം, അതേപോലെ തന്നെ ആ സമയത്തുള്ള കൂട്ടുകാര്, അതേപോലെ ആ സമയത്ത് കാണിച്ച വികൃതികള്, ഇതൊക്കെ ടീച്ചേഴ്സ് അവരെയൊക്കെ ഓർത്തെടുത്തിട്ടാണ് ഞാൻ ഈ സമയം ആ ബുക്ക് വായിച്ചത്. പക്ഷെ എനിക്ക് ഒന്നും കൂടി നന്ദനയുടെ ഒരു പ്രസന്റേഷൻ കേട്ടപ്പോ ഈ ഒരു ബുക്ക് ഒരു ടീച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു രീതിയിൽ കൂടിയും, അതായത് ആസ് എ ടീച്ചർ എങ്ങനെയാണ് നമ്മൾ കുറെ ഫിലോസഫികൾ പഠിച്ചിട്ടുണ്ട്. അതായത് കുട്ടികളോട് ഇങ്ങനെ പെരുമാറണം, കുട്ടികളെ അവര് പറയുന്നത് കേൾക്കണം, ഇതാവരുത്, അതൊക്കെ പഠിക്കുന്നു എന്നല്ലാതെ അത് ഈ ഒരു സ്റ്റോറി ഇയാൾ പ്രസന്റ് ചെയ്യുന്നത് കേട്ടപ്പോ എനിക്കത് എനിക്ക് അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ബുക്ക് ഒന്നും കൂടി വായിക്കണം എന്നുണ്ട്. പിന്നെ പറഞ്ഞിരുന്നല്ലോ ട്രെയിനിന്റെ രൂപത്തിൽ ബോഗികളുടെ ഷേപ്പിലാണ് ആ ക്ലാസ് എന്നൊക്കെ. ഇപ്പൊ കുറെ ആയിട്ട് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ഇപ്പൊ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലം മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്തു. എന്തായാലും വളരെ നന്നായിട്ടാണ് ഈ പ്രസന്റേഷൻ നടത്തിയിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. കാര്യം ഈ ബുക്ക് ഞാൻ എന്തായാലും ഒരു വട്ടം കൂടി വായിക്കും. പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ കുറച്ച് എന്താ പറയാ, എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ അതിൽ തകർന്നു പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പോഴും സ്വന്തം സ്വപ്നങ്ങൾ മൊത്തം തകർന്നിട്ടും പുതിയൊരു സ്വപ്നം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാറ്, ആളുടെ മനസ്സ് നമ്മളൊക്കെ ഓർത്തിരിക്കണം. കാരണം ഒരിക്കലും ഒന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയത് കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ഇത്രയും എന്തായാലും പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ നന്ദനയ്ക്ക് താങ്ക്സ്. താങ്ക് യു.
താങ്ക് യു ഭാവന. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടോ? നന്ദന ചുരുങ്ങിയ സമയം കൊണ്ട് ഭയങ്കര നന്നായിട്ട് നല്ല രീതിയിലുള്ള അവതരണമായിരുന്നു നന്ദന നടത്തിയിരുന്നത്. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ നന്ദന പറയുന്ന ഓരോ കാര്യവും ബുക്ക് വായിച്ച ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതില് ചില കാര്യങ്ങൾ പറഞ്ഞു, സ്കൂളത്തെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റി ഓരോ കാര്യങ്ങളും. പിന്നെ ഇന്നത്തെ പ്രസന്റ് സ്റ്റേറ്റിൽ ഒരു ടീച്ചർ എങ്ങനെ ആവണം എന്ന് ആ ബുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ബുക്ക് വായിക്കണം എന്നുള്ളൊരിത് നന്ദനെ ഇന്നത്തെ ഇതിലൂടെ എനിക്ക് കിട്ടി. നന്നായിട്ട് നന്ദന അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ മുന്നോട്ട് വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ ഈ എപ്പിസോഡ്? സോ വൺസ് അഗൈൻ താങ്ക് യു നന്ദന. നല്ലൊരു ഒരു ഒറ്റ കാര്യം കൂടെ, ഞാൻ സംസാരിച്ച് തീർത്തതിന് ശേഷം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ പുസ്തകത്തിന്റെ ലിറ്ററേച്ചറിന്റെ ഫ്ലയർ സ്റ്റാറ്റസ് വെച്ചത് കണ്ടിട്ട് എൻ്റെ അന്നത്തെ ഒരു ഡൽഹിയിലുള്ള ഒരു സ്റ്റുഡൻറ് ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നു. അന്ന് സാറ് ഇത് വായിപ്പിച്ചത് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ സാറിനും കൂടി നല്ലൊരു മൊമെന്റ് കിട്ടാൻ നന്ദന ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു നന്ദന. അപ്പം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു അധ്യാപകനെ കൂടി ഈ ഒരു പുസ്തകത്തിലൂടെ നന്ദന ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അതേപോലെ ഫീഡ്ബാക്ക് പറഞ്ഞ ഭാവനയ്ക്ക്, അനുശ്രീ മോൾക്ക്, പിന്നെ ഇന്നത്തെ പ്രസന്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും once again thank you for making the 14th episode of our Literary Lens a success. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ എപ്പിസോഡ്. താങ്ക് യു.